ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്ത് നമുക്ക് പറയാനുള്ളത് ബോണസ് ഷെയർ എന്നൊരു ഭാഗമാണ്. അപ്പോൾ എന്താണ് ബോണസ് ഷെയർ എന്ന് നോക്കാം. ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോണസ് ഷെയർസ് മീൻസ് വേർ ദ അക്യുമുലേറ്റഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ഓഫ് പ്രോഫിറ്റ്സ് ഓഫ് എ കമ്പനി ആർ കൺവേർട്ടഡ് ഇൻ ടു പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് കാൾഡ് ബോണസ് ഇഷ്യൂ. അതായത് ഒരു കമ്പനിയുടെ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള റിസർവുകളും സർപ്ലസുകളും പെയ്ഡ് അപ്പ് ക്യാപിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ബോണസ് ഇഷ്യൂ അല്ലെങ്കിൽ ബോണസ് ഷെയർ എന്നതുകൊണ്ട് സൂചിപ്പിക്കാം. ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു ക്യാപിറ്റലൈസേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ നിലവിലുള്ള റിസർവുകളുടെയും സർപ്ലസുകളുടെയും ക്യാപിറ്റലൈസേഷനെയാണ് നമ്മൾ ബോണസ് ഷെയർസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് ബോണസ് ഷെയർ എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ഓഫ് എ കമ്പനി ആർ കൺവേർട്ടഡ് ഇൻ ടു പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഒരു കമ്പനിയുടെ അക്യുമുലേറ്റ് ചെയ്യപ്പെട്ടുള്ള റിസർവുകളും സർപ്ലസുകളും പെയ്ഡ് അപ്പ് ക്യാപിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ബോണസ് ഇഷ്യൂ എന്ന് പറയും. ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു ക്യാപിറ്റലൈസേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ നിലവിലുള്ള റിസർവുകളും സർപ്ലസുകളും ക്യാപിറ്റലൈസേഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബോണസ് ഷെയർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു കമ്പനി ദീർഘകാലമായിട്ട് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടായിട്ടും ബോണസ് കൊടുക്കാതിരുന്ന കമ്പനി സ്വാഭാവികമായിട്ടും അതിന് പകരമായിട്ട് പണത്തിന് പകരമായിട്ട് ബോണസ് ആയിട്ട് ഷെയറുകൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ബോണസ് ഷെയർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് പണത്തിന് പകരമായിട്ട് നമ്മൾ ബോണസ് ആയിട്ട് ഷെയർ കൊടുക്കുന്ന രീതിയാണ് ബോണസ് ഷെയർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. വേർ ദ അക്യുമുലേറ്റഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ഓഫ് എ കമ്പനി ആർ കൺവേർട്ടഡ് ഇൻ ടു പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഒരു കമ്പനിയുടെ അക്യുമുലേറ്റ് ചെയ്യപ്പെട്ടുള്ള റിസർവുകളും സർപ്ലസുകളും പെയ്ഡ് അപ്പ് ക്യാപിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ബോണസ് ഇഷ്യൂ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു ക്യാപിറ്റലൈസേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ നിലവിലുള്ള റിസർവുകളുടെയും സർപ്ലസുകളുടെയും ക്യാപിറ്റലൈസേഷനെയാണ് നമ്മൾ ബോണസ് ഷെയർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അടുത്ത ടേമാണ് റൈറ്റ് ഇഷ്യൂ. എന്താണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയാൻ നോക്കാം. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് റൈസിങ് ഫണ്ട്സ് ഇൻ ദ മാർക്കറ്റ് ബൈ എൻ എക്സിസ്റ്റിംഗ് കമ്പനി. ഒരു എക്സിസ്റ്റിംഗ് കമ്പനി മാർക്കറ്റിൽ ഫണ്ട് റൈസ് ചെയ്യുന്നൊരു മെത്തേഡാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് ദ എക്സിസ്റ്റിംഗ് കമ്പനി ഇഷ്യൂസ് ഷെയർസ് ടു ഇറ്റ്സ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ നമ്പർ ഓഫ് ഷെയർസ് ആൾറെഡി ഹെൽഡ് ബൈ ദം. കമ്പനി ആൾറെഡി ഹെൽഡ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ടാണ് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു മെത്തേഡാണ് റൈറ്റ് ഇഷ്യൂ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. Thus, a right issue is the issue of new shares in which existing shareholders are given pre-emptive right to subscribe to the new issue on a pro rata basis. അതായത് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഷെയറുകൾ ന്യൂ ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അനുവാദം കൊടുക്കുന്ന രീതിയാണ് റൈറ്റ് ഇഷ്യൂ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് റൈസിങ് ഫണ്ട്സ് ഇൻ ദ മാർക്കറ്റ് ബൈ എൻ എക്സിസ്റ്റിംഗ് കമ്പനി. ഒരു നിലവിലുള്ള കമ്പനി മാർക്കറ്റിൽ ഫണ്ട് റൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റൈറ്റ് ഇഷ്യൂ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് ദ എക്സിസ്റ്റിംഗ് കമ്പനി ഇഷ്യൂസ് ഷെയർസ് ടു ദ ഇറ്റ്സ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. ഒരു നിലവിലുള്ള കമ്പനി അതിൻ്റെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്ന മെത്തേഡാണ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ നമ്പർ ഓഫ് ഷെയർസ് ആൾറെഡി ഹെൽഡ് ബൈ ദം. ആൾറെഡി ഹെൽഡ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ഷെയറിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ട് നിലവിലുള്ള കമ്പനി അതിൻ്റെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്ന മെത്തേഡാണിത്. Thus, a right issue is the issue of new shares in which existing shareholders are given pre-emptive right to subscribe to the new issue on a pro rata basis. നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഒരു പ്രോ റേറ്റ ബേസിസിൽ ഷെയറുകൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള റൈറ്റാണ് റൈറ്റ് ഇഷ്യൂ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് കമ്പനി ആദ്യമായിട്ട് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്ന മുമ്പ് എന്ത് വെച്ചാൽ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയുടെ എക്സിസ്റ്റിംഗ് കമ്പനി അതിൻ്റെ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഒരു നിശ്ചിത ഡിസ്കൗണ്ട് നിരക്കിൽ ഷെയർ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം മാത്രം പുറത്തുള്ള പബ്ലിക്സിന് കൊടുക്കുന്ന ഒരു രീതിയാണ് റൈറ്റ് ഇഷ്യൂ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അടുത്താണ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ്. എന്താണ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എന്ന് നോക്കാം. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് റെക്കമെൻഡേഷൻസ് ഓഫ് ദ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് YH മെയിൽഗം ഇൻ ഒക്ടോബർ 1995. 1995 ഒക്ടോബറിൽ YH മെയിൽഗം എന്നുള്ള ഒരു വ്യക്തിയുടെ ചെയർമാൻഷിപ്പിലോടുകൂടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള കമ്മിറ്റിയാണ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് റെക്കമെൻഡ് ചെയ്തത്. അണ്ടർ ദിസ് മെത്തേഡ് എ കമ്പനി ഡസ് നോട്ട് പ്രൈസ് ദ സെക്യൂരിറ്റീസ് ഇൻ അഡ്വാൻസ്. സെക്യൂരിറ്റികൾ അഡ്വാൻസ് ആയിട്ട് കമ്പനി പ്രൈസ് ചെയ്യുന്നില്ല. ഇൻസ്റ്റഡ് ഇറ്റ് ഓഫേഴ്സ് ദ ഇൻവെസ്റ്റേഴ്സ് എൻ ഓപ്പർച്യൂണിറ്റി ടു ബിഡ് കളക്റ്റീവ്ലി. അഡ്വാൻസ് ആയിട്ട് സെക്യൂരിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് പകരമായിട്ട് കളക്റ്റീവായിട്ട് ബിഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇൻവെസ്റ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ദെൻ യൂസസ് ദ ബിഡ് ടു അറൈവ് അറ്റ് എ കോൺസെൻസസ് പ്രൈസ്.
അതിനുശേഷം അതൊരു കോൺസെൻസസ് പ്രൈസിൽ അറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഡ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻ ഷോർട്ട്, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സെല്ലിംഗ് സെക്യൂരിറ്റീസ് ടു ഇൻവെസ്റ്റേഴ്സ് അറ്റ് ആൻ ആക്സെപ്റ്റബിൾ പ്രൈസ്. ഇൻവെസ്റ്റേഴ്സിന് ഒരു ആക്സെപ്റ്റബിൾ പ്രൈസിന് സെക്യൂരിറ്റികൾ സെൽ ചെയ്യുന്ന പ്രോസസ്സാണിത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർമീഡിയറ്റ്സ് കാൾഡ് ബുക്ക് റണ്ണേഴ്സ്. ബുക്ക് റണ്ണേഴ്സ് എന്നുള്ള ഇൻ്റർമീഡിയറ്റ്സിൻ്റെ സഹായത്തോടു കൂടെ ഒരു ആക്സെപ്റ്റബിൾ പ്രൈസിന് ഇൻവെസ്റ്റേഴ്സിന് സെക്യൂരിറ്റികൾ സെൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ദ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ടു ദ പബ്ലിക് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിഡേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് പ്രീ ഡിറ്റർമിൻഡ് പ്രൈസ് റേഞ്ച് ഓർ പ്രൈസ് ബാൻഡ്. മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള പ്രൈസ് റേഞ്ചിലോ അല്ലെങ്കിൽ പ്രൈസ് ബാൻഡിലോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിഡേഴ്സിന് സെക്യൂരിറ്റികൾ സെയിൽ ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് റെക്കമെൻഡേഷൻസ് ഓഫ് ദ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് YH മെയിൽഗം ഇൻ ഒക്ടോബർ 1995. 1995 ഒക്ടോബറിൽ YH മെയിൽഗം എന്നുള്ള വ്യക്തിയുടെ ചെയർമാൻഷിപ്പോട് കൂടിയിട്ടുള്ള കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് കമ്പനി ഡസ് നോട്ട് പ്രൈസ് ദ സെക്യൂരിറ്റീസ് ഇൻ അഡ്വാൻസ്. കമ്പനി സെക്യൂരിറ്റിയുടെ വില മുൻകൂട്ടി അഡ്വാൻസ് ആയിട്ട് പ്രൈസ് ചെയ്യുന്നില്ല. ഇൻസ്റ്റഡ് ഇറ്റ് ഓഫേഴ്സ് ദ ഇൻവെസ്റ്റേഴ്സ് എൻ ഓപ്പർച്യൂണിറ്റി ടു ബിഡ് കളക്റ്റീവ്ലി. ഒരു ബിഡ് പ്രൈസ്, കളക്റ്റീവായിട്ടുള്ള ബിഡ് പ്രൈസ് തീരുമാനിക്കാൻ ഇൻവെസ്റ്റേഴ്സിന് ഒരു ഓഫർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇൻ ദിസ് ഇറ്റ് ദെൻ യൂസസ് ദ ബിഡ് ടു അറൈവ് അറ്റ് കോൺസെൻസസ് പ്രൈസ്. ഈ ബിഡ് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കോൺസെൻസസ് പ്രൈസിലേക്ക് എത്തിച്ചേരുകയും ഈ ബിഡ് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ കോൺസെൻസസ് പ്രൈസിലേക്ക് എത്തിച്ചേരുന്നു പറഞ്ഞു. ഇൻ ഷോർട്ട്, the book building means selling securities to investors at an acceptable price with the help of intermediaries. ഇൻ്റർമീഡിയറ്റുകളുടെ സഹായത്തോടെ, അല്ലെങ്കിൽ ബുക്ക് റണ്ണേഴ്സ് എന്നറിയപ്പെടുന്ന ഇൻ്റർമീഡിയറ്റുകളുടെ സഹായത്തോടു കൂടെ ഇൻവെസ്റ്റേഴ്സിന് സെക്യൂരിറ്റികൾ ഒരു ആക്സെപ്റ്റബിൾ പ്രൈസിന് സെൽ ചെയ്യുന്ന രീതിയാണ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ബുക്ക് ബിൽഡിംഗ് മീൻസ് സെല്ലിംഗ് സെക്യൂരിറ്റീസ് ടു ഇൻവെസ്റ്റേഴ്സ് അറ്റ് ആൻ ആക്സെപ്റ്റബിൾ പ്രൈസ്. ഒരു ആക്സെപ്റ്റബിൾ പ്രൈസിന് ഇൻവെസ്റ്റേഴ്സിന് സെക്യൂരിറ്റികൾ സെൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർമീഡിയറീസ്. ഇൻ്റർമീഡിയറീസിൻ്റെ സഹായത്തോടു കൂടെ ഒരു നിശ്ചിത ആക്സെപ്റ്റബിൾ പ്രൈസിന് ഇൻവെസ്റ്റേഴ്സിന് സെക്യൂരിറ്റികൾ സെൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ആ ഇൻ്റർമീഡിയറീസിനെ നമ്മൾ ബുക്ക് റണ്ണേഴ്സ് എന്നാണ് പറയുക. അതുപോലെ തന്നെ ഇറ്റ് ഇൻവോൾവ്സ് ദ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ടു ദ പബ്ലിക് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിഡേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് പ്രീ ഡിറ്റർമിൻഡ് പ്രൈസ് റേഞ്ച് ഓർ പ്രൈസ് ബാൻഡ്. മുൻകൂട്ടി തീരുമാനിച്ചുള്ള പ്രൈസ് റേഞ്ചിനോ പ്രൈസ് ബാൻഡിൻ്റെയോ അടിസ്ഥാനത്തിൽ പബ്ലിക്സിനും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിഡേഴ്സിനും സെക്യൂരിറ്റികൾ സെയിൽ ചെയ്യുന്ന രീതിയാണ് ഇതിൽ വരുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ടു ദ പബ്ലിക്കിനും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിഡേഴ്സിനും പ്രീ ഡിറ്റർമിൻഡ് പ്രൈസ് റേഞ്ചിലോ പ്രൈസ് ബാൻഡിലോ സെക്യൂരിറ്റികൾ സെയിൽ ചെയ്യുന്ന രീതിയാണ് ഇതിൽ വരുന്നത്. ബോണസ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്? അപ്പോൾ നമ്മളിന്ന് 3 കാര്യമാണ് പറഞ്ഞത്. ബോണസ് ഷെയർ, റൈറ്റ് ഇഷ്യൂ, അതുപോലെ തന്നെ ബുക്ക് ബിൽഡിംഗ് മെത്തേഡ്. ബോണസ് ഷെയർ എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്പനി ദീർഘകാലമായിട്ടും വരുമാനമുണ്ടായിട്ടും, അതായത് ഇൻകം ഉണ്ടായിട്ടും കമ്പനി അത് കൺസ്യൂമേഴ്സ് അല്ല, ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റിൻ്റെ പങ്ക് കൊടുക്കാതിരിക്കുന്ന സമയത്ത് അതൊരു അക്യുമുലേഷനായിട്ട് മാറും. റിസർവ് അക്യുമുലേറ്റഡ് മാറുന്ന സമയത്ത് ഈ റിസർവ് തുകയായി കൊടുക്കുന്നതിന് പകരം ബോണസ് ഷെയറുകളായി കൊടുക്കുന്നതിന് പകരം ബോണസ് ഷെയറുകളായി കൊടുക്കുന്നതിനാണ് ബോണസ് ഷെയർ എന്ന് പറയുക. where the accumulated reserves and surplus of profits of a company are converted into paid up capital. ഒരു കമ്പനിയുടെ പ്രോഫിറ്റും റിസർവ്സ് ആൻഡ് സർപ്ലസും പെയ്ഡ് അപ്പ് ക്യാപിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു ക്യാപിറ്റലൈസേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് റിസർവ്സ് ആൻഡ് സർപ്ലസസ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ നിലവിലുള്ള റിസർവുകളുടെയും സർപ്ലസുകളുടെയും ക്യാപിറ്റലൈസേഷനെയാണ് നമ്മൾ ബോണസ് ഷെയർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കമ്പനി അതിൻ്റെ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഷെയറുകൾ ഇഷ്യൂ ചെയ്തതിന് ശേഷം മാത്രം പുറത്തുള്ള ഷെയർ ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. റൈറ്റ് ഇഷ്യൂ ഈസ് എ മെത്തേഡ് ഓഫ് റൈസിങ് ഫണ്ട്സ് ഇൻ ദ മാർക്കറ്റ് ബൈ എൻ എക്സിസ്റ്റിംഗ് കമ്പനി. ഒരു നിലവിലുള്ള കമ്പനി മാർക്കറ്റിൽ ഫണ്ട് റൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് ദ എക്സിസ്റ്റിംഗ് കമ്പനി ഇഷ്യൂസ് ഷെയർസ് ടു ഇറ്റ്സ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നൊരു മെത്തേഡാണ്. ഇൻ പ്രൊപ്പോർഷൻ ടു ദ നമ്പർ ഓഫ് ഷെയർസ് ആൾറെഡി ഹെൽഡ് ബൈ ദം. അവർ ആൾറെഡി ഹെൽഡ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ഷെയറിനനുസരിച്ചിട്ട് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്ന രീതിയാണത്. ദസ് എ റൈറ്റ് ഇഷ്യൂ ഈസ് ദ ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ് ഇൻ വിച്ച് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആർ ഗിവൻ പ്രീ എംപ്റ്റീവ് റൈറ്റ്സ് ടു സബ്സ്ക്രൈബ് ടു ദ ന്യൂ ഇഷ്യൂ ഓൺ എ പ്രോ റേറ്റ ബേസിസ്. ഒരു പ്രോ റേറ്റ ബേസിസ് ഷെയറുകൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന രീതിയാണിത്. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട്
കാണുക. ഓക്കെ, താങ്ക് യു.